നമസ്കാരം, എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു PSC തീരുമാനമാണ് ഇന്ന് അറിയിക്കുന്നത്. അപ്പോൾ PSC അപേക്ഷകൾ അയച്ചതിന് ശേഷം അവസാന തീയതിക്ക് മുൻപേ ഇനി തിരുത്തൽ വരുത്താം. അതായത് അപേക്ഷിച്ചതിന് ശേഷം ഏതെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു PSC അപേക്ഷ അയക്കാനുള്ള അവസാന തീയതിക്ക് മുന്നേ നമുക്ക് കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന അടുത്ത വിജ്ഞാപനം മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെയുള്ള കാലയളവിൽ അപേക്ഷയിലെ ഡിക്ലറേഷൻസ് ലിങ്കിൽ വെയിറ്റേജ് വരുന്ന ഭിന്നശേഷി വിഭാഗം, വിമുക്ത ഭടന്മാർ, കായിക താരങ്ങൾ, NCC എന്നിവയിലൊക്കെയുള്ള വെയിറ്റേജ്, പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള എഡിറ്റ് ഓപ്ഷൻ അനുവദിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. ഇതോടൊപ്പം അവസാന തീയതിക്ക് മുൻപ് പ്രൊഫൈലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും അപേക്ഷയുടെ ഭാഗമാകും. ഇതോടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന തെറ്റുകൾ അപേക്ഷയുടെ അവസാന തീയതിക്ക് മുൻപായി തിരുത്തുവാനുള്ള അവസരം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ PSC പരീക്ഷകൾ അവസാന തീയതിക്ക് മുമ്പേ എന്തെങ്കിലും ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും. താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ സയന്റിഫിക് ഓഫീസർ കാറ്റഗറി നമ്പർ 185/2025. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ TP യൂണിറ്റിൽ ജൂനിയർ ടൈം കീപ്പർ കാറ്റഗറി നമ്പർ 55/2025. LCAI. ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റന്റ് പട്ടികജാതി മെയിൽ കാറ്റഗറി നമ്പർ 62/2025. കേരള പോലീസ് സർവീസിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനി പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ 265/2025. ഇനി ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഇൻ ബോയിലർ ഓപ്പറേഷൻ ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 593. അതിന്റെയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. താഴെ പറഞ്ഞ തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിംഗ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് കാറ്റഗറി നമ്പർ 277/2025 പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.